നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണ് നീ കള്ളം പറഞ്ഞ് അവനെ വിവാഹം കഴിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നീ കരയാതിരിക്കെ. പല്ലവി, മോളെ, നീ നടത്തിയ കള്ളത്തരം ഞാൻ എങ്ങനെ അറിഞ്ഞുവെന്നായിരിക്കും. ദർശന ഡോക്ടറാണോ പറഞ്ഞത്? ഏയ്, പിന്നെ പിന്നെ ആരാ ഇത് അമ്മയോട് പറഞ്ഞത്? വിപിൻ സാറാണോ? വിപിനുമല്ല. പിന്നെ പിന്നെ ആർക്കാ നീ നടത്തിയ നാടകം അറിയുന്നത്? പല്ലവി, നിന്റെ ചേച്ചി. ചേച്ചിയാണോ ഇത് പറഞ്ഞത്? അതെ, അവള് തന്നെയാ ഇതെന്നോട് പറഞ്ഞത്. നിന്റെ ചേച്ചി പറഞ്ഞത് സത്യമാണോന്നറിയാൻ വേണ്ടിയാ ഞാൻ നിന്നെ വരട്ടിയത്. അല്ലാതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പല്ലവി. നീ എന്നും എന്റെ മോന്റെ ഭാര്യ തന്നെയാ. എന്റെ മരുമകൾ. പല്ലവി, എന്നാലും നിന്റെ ചേച്ചി കൊള്ളാലോ. അവളാള് ബഹുമിടിക്കുക. എല്ലാ സഹോദരിമാരും അവരുടെ കൂടപ്പിറപ്പ് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ കരുതൂ. പക്ഷെ പാർവതിക്ക് ആ ചിന്തയേ ഇല്ലല്ലോ. അവൾക്ക് അവളുടെ ഈ അനിയത്തി തൊലഞ്ഞു പോണെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അത്രയ്ക്ക് വിരോധാ മോളെ നിന്നോട് നിന്റെ ചേച്ചിക്കുള്ളത്. അതുകൊണ്ടാ ബുദ്ധിപൂർവം നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നീ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കള്ളത്തരം അവൾ എന്റെ ചെവിയിൽ ഓതി തന്നത്. നീ എന്റെ മരുമകളായില്ലേ? ആ സ്ഥിതിക്ക് നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം നിന്നെ ഞാൻ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ പല്ലവി. അത് നീ അറിയണം പല്ലവി. നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം കാരണം നിന്റെയും വിപിന്റെയും ജീവിതത്തില് എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നുള്ള ഭയപ്പാടില്ല ഞാനിപ്പോ. അവളെ എനിക്കൊന്ന് കാണണം. എനിക്കിട്ട പാര പണിയുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല മോളെ. അല്ല ആന്റി, ഞാനും ആന്റിയും ചേർന്ന് തീരുമാനിച്ച പ്ലാൻ അല്ലല്ലോ ഇപ്പൊ ഇവിടെ നടന്നതൊന്നും. എന്ത് ഇങ്ങനൊരു ചേഞ്ച്? അതിന് കാരണമുണ്ട് ജാസ്മിൻ. വിശാലിനോട് നേരിട്ട് പല്ലവി നടത്തിയ കള്ളത്തരത്തെ കുറിച്ച് പറഞ്ഞ ചിലപ്പോ അത് ഏൽക്കില്ല. അവനൊരു ലോല ഹൃദയന. പല്ലവി ചെയ്ത കള്ളത്തരം പാർവതി മറച്ചു പിടിച്ചത് അനിയത്തിയോടുള്ള അതിര് കടന്ന സ്നേഹം കൊണ്ടും അവളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണെന്നും അവൻ കരുതും. അവനത് കണക്കിലെടുത്ത് പാർവതിയോട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ചാൽ പല്ലവി ഇവിടുത്തെ മരുമകളായിട്ട് തന്നെ തുടരും. പിന്നെ നമുക്ക് പല്ലവി ഒന്നും ചെയ്യാനാവില്ല. നമുക്കിപ്പോ വേണ്ടത് അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള തമ്മിൽ തല്ലാണ്. അതിനുള്ള വിഷം പല്ലവിക്ക് ഞാൻ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി ചേച്ചിയും അനിയത്തിയും തമ്മില് അടിച്ചോളും. അടി മൂക്കുമ്പോ നമുക്ക് അവരെ രണ്ടുപേരെയും ഇവിടെ നിന്ന് ഓടിക്കാം. മോനെ, ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കരുത്. പാർവതിയെ
കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അവളെ ശകാരിക്കരുത് മോനെ. അമ്മേ, അമ്മ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് വ്യക്തമായി, അമ്മ പറയാൻ പോകുന്നത് പാർവതിയെക്കുറിച്ചാണെന്ന്. അമ്മ പറഞ്ഞോ? അത് കേട്ടിട്ട് ഞാനൊരിക്കലും പാർവതിയെ കുറ്റപ്പെടുത്തുകയോ വഴക്കു പറയുകയോ ചെയ്യില്ല. ഇത് സത്യം. ഞാനെന്തിനാ പാർവതിയെ വഴക്കു പറയുന്നത്? അമ്മ പറഞ്ഞോളൂ. ചേച്ചി, ഞങ്ങളിങ്ങനെ മുൾമുനയെ നിർത്താതെ കാര്യം എന്താന്ന് വെച്ചാ പറയേ. പല്ലവി, യഥാർത്ഥത്തിൽ നീ ഗർഭിണിയാണോ? എന്നാൽ ഇവൾ ഗർഭിണിയല്ല. വിശാൽ, പല്ലവി പ്രഗ്നന്റ് അല്ലാന്ന്. ഇവൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ വിപിനെ വിവാഹം കഴിച്ചത്. ഞാൻ ഈ പറഞ്ഞത് സത്യമല്ലാന്ന് പല്ലവി പറയട്ടെ. പല്ലവി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ലെങ്കിൽ വിപിൻ പറയട്ടെ ഇത് സത്യമല്ലെന്ന്. എടാ പറയടാ, ഞാൻ പറഞ്ഞതല്ലേ വാസ്തവം? എന്നാ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. എനിക്ക് അന്നേ സംശയം തോന്നിയതാ. നമ്മുടെ ചെക്കനല്ലേ, ഇവൻ ഇങ്ങനെ ഒരു ചതി കാണിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഇവള് നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ നാടകം തന്നെയാ ഇത്. പ്രഭേച്ചി, പല്ലവി വെറുതെ വിടരുത്. സുശീലേ, നീ വിചാരിക്കുന്നത് പോലെ സ്വത്ത് തട്ടിയെടുക്കാനൊന്നുമല്ല പല്ലവി കള്ളത്തരം കാണിച്ചത്. ഇവൾക്ക് വിപിനെ വലിയ ഇഷ്ടമായിരുന്നു. പിരിയാൻ പറ്റാത്തത്ര തരത്തിലുള്ള ഒരിഷ്ടം. അതുകൊണ്ട് ഇവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പല്ലവി കള്ളം പറഞ്ഞ് ഈ കല്യാണം നടത്തിയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.